ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കുറേ നാളായി ആലോചിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ഈ വിഷയം സംബന്ധിച്ച്. പക്ഷേ അത് സമയത്തിരക്ക് കുറവ് കാരണം ചെയ്യാൻ പറ്റാറില്ല. കാരണം എൻ്റെ പെറ്റ്സിനോടൊപ്പം അവർക്ക് തന്നെ സമയം തികയാത്തത് കൊണ്ട് എൻ്റെ പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുള്ള സകല ഐഡിയാസും എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ യൂട്യൂബിൽ കാണാനിടയായി. അതുകൊണ്ട് അപ്പം തന്നെ ആ നിന്ന വേഷത്തിൽ തന്നെ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ഞാൻ എടുക്കാറില്ല. എപ്പോൾ നമ്മൾ നിൽക്കുന്നോ ആ അവസ്ഥയിലാണ് എടുക്കാറ്. അതുപോലെ തന്നെ ഇന്നും ഞാൻ അത് അപ്പം തന്നെ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ മാറ്റി വെച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ജയ എന്ന ഒരു RSSകാരിയും അവരുടെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ മകളുടെ വിദ്യാഭ്യാസത്തിനായി സഹായത്തിന് പോയതും അവർ കൊടുത്ത കത്ത് അവർ വായിക്കാതെ വലിച്ചു കീറി തീ കത്തിച്ചത്, അതിൽ അവർക്കുണ്ടായ വിഷമമൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ക്രൈം നന്ദകുമാർ ചെയ്തു. ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിൽ കുറേ നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഈ കമൻസ് ഇടുന്ന മാന്യ വ്യക്തികളോട് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ അഭിമാനികളായ ആരുടെ മുമ്പിൽ കൈനീട്ടില്ല. പക്ഷേ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ഒരവസ്ഥ വരാത്തവർ മറ്റുള്ളവരുടെ അവസ്ഥയിൽ അവരെ ഇങ്ങനെ പരിഹസിക്കരുത്. അവരുടെ മകൾ പഠിക്കാൻ മിടുക്കിയാണ്, അവൾ പഠിച്ചൊരു നിലയിൽ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അവളുടെ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ് അമ്മ പോയത്, അല്ലാതെ അവർക്ക് സുഖമായി ജീവിക്കാനല്ല. അപ്പോൾ ആ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നൊക്കെ പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരു മകളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ചത് ആ കുട്ടിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട്. കഴിവില്ലാത്ത എത്രയോ പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചു പകുതി വഴി നിർത്തുന്നു. ആ കുട്ടിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി ആ മീഡിയത്തിൽ പഠിക്കുന്നത്. അതിൻ്റേതായ മികവും അവൾക്കുണ്ട്. അപ്പോൾ സ്കൂൾ ടോപ്പായ ഒരു കുട്ടിയെ വിദ്യാഭ്യാസത്തിൽ മുൻപിൽ കൊണ്ടുവരാൻ അമ്മ എടുത്തൊരു പ്രയത്നത്തെ നമുക്ക് നിസ്സാരമായി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ള ഈ മറ്റ് ആൾക്കാർ എല്ലാവരും അവരവരുടെ കൊക്കിലൊതുങ്ങുന്നതാണോ കൊത്തിയിരിക്കുന്നത്? ഈ കേരളത്തിൽ കടമില്ലാത്ത, അതായത് ദൂർത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി ദൂർത്തടിച്ച് കടമില്ലാത്ത ആരുണ്ട്? ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ ഒരു വലിയ വീട് വെച്ചിട്ട് കടമില്ലാതെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? കടമില്ലാതെ ജീവിക്കുന്ന ഒരാൾ പോലും ഈ കേരളത്തിൽ കാണത്തില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കുന്നത്. നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമോ? ജീവിതത്തിൽ ആരുടെ മുമ്പിലും കൈനീട്ടാൻ ആർക്കും ഇടവരാതിരിക്കട്ടെ. പക്ഷേ അഭിമാനിയായ ഒരാൾ ജീവിതത്തിൽ ഒരു തവണയെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടും. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ അവർക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഷോക്ക് തന്നെയായിരിക്കും. അതുപോലൊരു ഘട്ടത്തിൽ കൂടെ കടന്നുപോയ ഒരാളാണ് ഞാനും ഒരു വ്യക്തിയുടെ നിന്ന് 1 രൂപ പോലും കടം വാങ്ങത്തില്ല. ഒരു 5 പൈസ, പണ്ടത്തെ 5 പൈസ 25 പൈസ പോലും ഒരു കടയിൽ സാധനം വാങ്ങി ബാലൻസ് വന്നാൽ നമുക്ക് തിരിച്ചു കൊടുക്കുന്നവരെ ഭയങ്കര വെപ്രാളമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ഒരു സഹായം ഒരാളോട് ചോദിക്കുന്നത്. നമ്മുടെ അത്രയും ആപത്ഘട്ടത്തിലായിരിക്കും. അതുപോലത്തെ ഒരു സെയിം അനുഭവം ജയയ്ക്കുണ്ടായ പോലത്തെ ഒരു അനുഭവം എനിക്ക് കണ്ടിട്ട് അത് ഞാൻ പൂർണ്ണമായും ജയയുടെ വശത്താണ്. കാരണമെന്ന് പറഞ്ഞാൽ സെയിം അനുഭവസ്ഥയാണ് ഞാനും. ഞാൻ സുരേഷ് ഗോപി സാറിന് അയച്ച കത്താണ്. സുരേഷ് ഗോപി സാറിന് ഏതെങ്കിലും കാരണവശാൽ കിട്ടാതെ പോകും എന്ന് കരുതി ഞാൻ രജിസ്റ്റേർഡ് ആയിട്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, രജിസ്റ്റേർഡ് ആയിട്ട്. അപ്പോൾ ആദ്യം സാധാരണ നോർമൽ പോസ്റ്റിൽ അയച്ചു. അത് കിട്ടാത്തത് കൊണ്ടും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും രജിസ്റ്റേർഡ് പോസ്റ്റിലാണ് ഈ കത്തയച്ച. സാറിൻ്റെ കൈ കിട്ടുമെന്ന് കരുതിയിട്ട്. ഇത് എനിക്കില്ലാത്ത ടൈം ഉണ്ടാക്കിയാണ് ഞാൻ യൂട്യൂബിൽ കയറി അഡ്രസ്സ് എല്ലാം സെർച്ച് ചെയ്ത് എടുത്തു ഒക്കെയാണ് വളരെ കഷ്ടപ്പെട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കില്ലാത്ത ടൈം ഉണ്ടാക്കിയാണ് ഞാൻ ഈ കത്ത് എഴുതിയത്. കാരണം ഇതിൽ 4-5 പേപ്പറുണ്ട്. ഇത്രയും പേപ്പർ എഴുതി തീർക്കാൻ തന്നെ എനിക്ക് എത്ര സമയം വേണ്ടി വരും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിലപ്പെട്ട ടൈം തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി പാഴാക്കിയത്. കാരണം ഞാൻ അത്രയ്ക്കും മോശമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ വലിയ സഹായമൊന്നും അല്ല ചോദിച്ചത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം, ഒരു ചെറിയ സഹായം വേണമായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ, കാരണം ചെറുപ്പകാലം മുതലേ നമ്മൾ ഏതൊരു സിനിമാ നടന് കിട്ടാത്തതിനേക്കാളും ആദരവ് സുരേഷ് ഗോപിക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും സുരേഷ് ഗോപി പല സാഹചര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ പലരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു നടൻ എന്നതിലുപരി ഇത്രയും ഒരു സിനിമാ നടൻ മനുഷ്യസ്നേഹി എന്ന ഒരു സ്ഥാനം എല്ലാവരും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ജയയും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിലും
എന്നെങ്കിലും ആരുടെയും മുമ്പ് നീട്ടേണ്ടി വന്നാൽ അത് സുരേഷ് ഗോപിയോട് മാത്രമേ ഒരു സഹായം ചോദിക്കൂ എന്ന് ഞാനും മനസ്സ് വിചാരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം നല്ലവനാണ്, കൊടുക്കും. അപ്പം നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് ആ കൈ തിരിച്ച് മടക്കേണ്ടി വരില്ല എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആരും മുകേഷിൻ്റെ അടുത്ത് സഹായത്തിന് പോകുന്നില്ല. മുകേഷ് MP ആയ വ്യക്തിയല്ലേ, ഇന്നസെൻറ്റിൻ്റെ അടുത്ത് പോകുന്നില്ലല്ലോ. ഇന്നസെൻറ്റ് MP ആയ വ്യക്തിയല്ലേ. അതുപോലെ എത്രയോ സിനിമാ നടന്മാർ MP ആയിട്ടുണ്ട്. ആരും അവരുടെ അടുത്തൊന്നും സഹായത്തിന് പോകുന്നില്ല. നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ സമ്പന്നരാകണമെന്നില്ല. നമ്മുടെ ഉള്ള അവസ്ഥയിൽ നിന്ന് അവർക്ക് ഒരു നല്ല വാക്ക്, അവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ആ സങ്കടത്തിൽ അവരെ ആശ്വസിപ്പിച്ച് അവരെ വിടുന്ന ഒരു 5 നല്ല വാക്ക് നമ്മൾ അവരോട് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ ആ കൊടുത്ത പൈസയേക്കാൾ അതിന് മൂല്യമുണ്ട്. സുരേഷ് ഗോപിക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യാമായിരുന്നു. സുരേഷ് ഗോപിക്ക് ഞാൻ പറയാം, മക്കൾ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്നൊരു ചൊല്ലുണ്ട്. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഗോപിയോളം വളർന്നു. ഒരുപക്ഷേ സുരേഷ് ഗോപിക്ക് ഗോകുല് ചിലപ്പോൾ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടാവും. അച്ഛനെ ഇനി ആരെ സഹായിക്കാൻ മക്കൾ പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് അനുസരിച്ചേ പറ്റൂ. അവിടെയും ഒരു വാസ്തവമുണ്ട്. ഞാൻ അതും അംഗീകരിക്കുന്നു. ഇത്രയും സഹായിച്ചുകൊണ്ടുന്ന ഒരാൾ പെട്ടെന്ന് അത് നിർത്തുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. പോരാഞ്ഞിട്ട് അദ്ദേഹത്തിന് 4-5 മക്കളും ഉണ്ട്. അവരെല്ലാം പോറ്റണ്ടേ? അവരെ പോറ്റണം, അവരുടെ വിദ്യാഭ്യാസം, കല്യാണം എല്ലാം നടത്തണം. പക്ഷെ ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സുരേഷ് ഗോപി സഹായിച്ചത്. നമ്മൾ ഓരോരുത്തരും സുരേഷ് ഗോപിയുടെ സിനിമ പോയി കണ്ട് നമ്മൾ ഓരോരുത്തരും കൊടുത്ത ഓരോ രൂപയാണ് അദ്ദേഹത്തിൻ്റെ പലതുള്ളി പെരുവെള്ളമായി അദ്ദേഹത്തിന് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇതിലാണ്. കാരണം നമ്മൾ കണ്ടില്ലെങ്കിൽ ഇവരെങ്ങനെ വിജയിക്കും? പക്ഷേ എന്തൊക്കെ ആയാലും എത്ര ഒരാൾ ചീഞ്ഞു നാറിയാലും സപ്പോർട്ട് നിൽക്കാൻ കുറേ ആളുകൾ ഈ ഭൂമിയിലുള്ളതാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ വൃത്തികേടും വളരാൻ നല്ല വളക്കൂറുള്ളൊരു മണ്ണായി നമ്മളെ കേരളം മാറിയിരിക്കുന്നത്. എന്തായാലും ഈ നെഗറ്റീവ് കമൻറ്റ് ഞാനതിൽ നോക്കിയിട്ട് പോസിറ്റീവ് കമൻറ്റ് ഞാൻ താഴേക്ക് അധികം വായിച്ചില്ല. പോസിറ്റീവ് കമൻറ്റ് ഒന്നും കണ്ടില്ല. ആ സ്ത്രീയെ കുഞ്ഞിനെയും വളരെ മോശമായിട്ട് കമൻ്റ് ഇട്ട് ഈ കമൻ്റ് ഇട്ട് കളിക്കുന്നവരോട് ഒരല്പം നിങ്ങൾക്ക് മനസാക്ഷി കാണിച്ചൂടെ? നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവരവരെ അനുഭവം പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ കത്തയച്ച എനിക്കത് മനസ്സിലായി. ഇത് തന്നിട്ട് പോസ്റ്റ്മാൻ എൻ്റെ കൂടെ പറഞ്ഞു അവിടെ ആരും കത്ത് സ്വീകരിക്കുന്നില്ല, അവർക്ക് വേണ്ടെന്നാണ് പറയുന്നത് എന്നാണ് എന്നെ കത്ത് തന്നിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി മുടക്കിയ ഈ കവറിന് മുടക്കിയ 3 രൂപയും ഇതിൻ്റെ അകത്തിരിക്കുന്ന പേപ്പറിന് മുടക്കിയ പൈസയും ഈ മഷിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുമില്ല. നമ്മൾ ഈ കത്തെഴുതാൻ നമ്മളിതിനു വേണ്ടി മെനക്കെട്ട സമയവും വിലയും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. അതങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെയും സിനിമയുടെയൊക്കെ പേരിൽ അവരെ തലയിൽ പൊക്കി വെച്ചിരിക്കുന്ന ആളുകൾ നിങ്ങൾ സാധാരണക്കാരോടൊപ്പം നിന്ന് ചിന്തിക്കൂ. നിങ്ങൾ സുരേഷ് ഗോപി എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എത്ര നല്ല മനുഷ്യനായാലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാൻ നമ്മൾ എപ്പോഴും ബാധ്യസ്ഥരാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയും. കാരണം എനിക്കൊരിക്കലും അനീതിയോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഈയിടെ കുറേ വീഡിയോസ് സുരേഷ് ഗോപിയെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പം അത് സുരേഷ് ഗോപി ഇപ്പം അങ്ങനെ ആയി മാറിയിരിക്കുന്നു. കാരണം ഒരു അധികാര ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയായി സുരേഷ് ഗോപി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ഒരു ലക്കും ബ്രേക്കും ഇല്ലാത്ത പോലെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം. MP സ്ഥാനം പോയതുകൊണ്ടാണോ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ റൂട്ട് ശരിയല്ല എന്ന് ഈ മീഡിയ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരവും വാക്കും പ്രവൃത്തിയും എല്ലാം പിഴച്ചു പോകുന്നു. അദ്ദേഹം അതൊന്ന് ക്രമപ്പെടുത്തിയാൽ നമ്മൾ ആദ്യം അദ്ദേഹത്തിന് കൊടുത്ത ആ സ്നേഹവും ഇതും മരണം വരെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ്. അത് നമ്മൾ ഏകലവ്യം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത വ്യക്തിയല്ലേ. നമ്മൾ അതിൽ കുറേ നല്ല വേഷം ആയിട്ട് പകുതിയിൽ വെച്ച് നമുക്ക് മറ്റൊരു മുഖം ജനങ്ങൾ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റുന്നതേ ചെയ്യാവൂ, നമുക്ക് പറ്റുന്നതേ നമ്മൾ പറയാവൂ. അല്ലാതെ പ്രശസ്തിക്കോ പണത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളെ ജനങ്ങൾ ആ രീതിയിൽ കാണും. നമ്മുടെ ഉള്ളതിൽ നിന്ന് നമ്മൾ 5 പൈസയായാലും കൊടുക്കുന്നത് അവസാനം വരെ നമുക്ക് തുടരാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ പോകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അത് എനിക്ക് വളരെ വിഷമം തോന്നിയ ആ വീഡിയോ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാനും സ്വയം അനുഭവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ.